ശ്രേഷ്ഠരായ ദൈവമക്കളെ, ക്രിസ്തുമസ് നോമ്പിന്റെ ഈ വിശുദ്ധ കാലഘട്ടത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി ബൈബിളിലെ ഏറ്റവും ചെറിയ പ്രവാചക ഗ്രന്ഥങ്ങളിൽ ഒന്നായ ഹബക്കൂക്കിന്റെ പ്രവചനം സ്വീകരിക്കാം. ഹബക്കൂക്ക് പ്രവാചകൻ ജീവിച്ചിരുന്നത് വലിയ ദുരന്തങ്ങളുടെയും അനീതിയുടെയും വരാനിരിക്കുന്ന ന്യായവിധിയുടെയും നടുവിലായിരുന്നു. ചുറ്റുമുള്ള അന്ധകാരത്തെയും ദൈവത്തിന്റെ മൗനത്തെയും ചൊല്ലി അദ്ദേഹം ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിച്ചു. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും അങ്ങനെയല്ലേ? വേദന, രോഗം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ലോകത്തിലെ സംഘർഷങ്ങൾ. ഈ നോമ്പ് കാലത്ത് നമ്മളും ചോദിച്ചു പോകും, ദൈവമേ എത്ര നാൾ? പക്ഷേ ഹബക്കൂക്കിന്റെ പുസ്തകം അവസാനിക്കുന്നത് എവിടെയാണ്? പ്രവചനത്തിന്റെ 3-ാം അധ്യായം 17-18 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. അത്തിവൃക്ഷം തളിർക്കുകയില്ലെങ്കിലും, മുന്തിരിവള്ളിയിൽ കായ്കൾ ഉണ്ടായില്ലെങ്കിലും, ഒലിവുമരം ആദായം നൽകിയില്ലെങ്കിലും, വയലുകളിൽ വിളവുണ്ടായില്ലെങ്കിലും, ആട്ടിൻകൂട്ടങ്ങൾ തൊഴുത്തിൽ ഇല്ലാതായാലും, കന്നുകാലികൾ കാലിത്തൊഴുത്തിൽ കാണാതായാലും, എങ്കിലും ഞാൻ യഹോവയിൽ സന്തോഷിക്കും, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ ആനന്ദിക്കും. ഇവിടെയാണ് ഹബക്കൂക്ക് ക്രിസ്തുമസിലേക്ക് വിരൽ ചൂണ്ടുന്നത്. ക്രിസ്തുമസ് എന്നാൽ സമൃദ്ധിയുടെയും വർണ്ണപ്പൊലിമയുടെയും മാത്രം ആഘോഷമല്ല, മറിച്ച് എല്ലാ ഇല്ലായ്മയിലും ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നതിൻ്റെയും ആഘോഷമാണ്. ഹെറോദാവിന്റെ ഭീഷണിയിലും യാത്രാ ദുരിതത്തിൻ്റെയും നൽകാൻ ഒരിടം പോലും ഇല്ലാത്തതിൻ്റെയും നടുവിലാണ് ബേദലഹേമിലെ ആ ചെറിയ പുൽക്കൂട്ടിൽ രക്ഷകൻ പിറന്നത്. അവന്റെ വരവ് ലോകത്തിലെ സകല ദുരിതങ്ങൾക്കും മീതെ ഒരു പ്രത്യാശയുടെ നക്ഷത്രം കത്തിച്ചു. അത്തി തളർക്കാത്തതിന്റെ നിരാശയിൽ, നഷ്ടത്തിൽ നമുക്ക് ക്രിസ്തുവിൽ സന്തോഷിക്കാം. വയലുകളിൽ വിളവില്ലാത്തതിന്റെ ഇല്ലായ്മയിൽ, പരാജയത്തിൽ നമുക്ക് ദൈവത്തിൽ ആനന്ദിക്കാം. പരിശുദ്ധനായ ഹബക്കൂക്ക് നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: ലോകത്തിന്റെ സാഹചര്യങ്ങൾ എന്തു തന്നെ ആയാലും നമ്മുടെ രക്ഷകനായ ക്രിസ്തു പിറന്നുവെന്ന ഒറ്റ സത്യത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാം. ഈ ക്രിസ്തുമസ് എല്ലാ ദുരിതങ്ങൾക്കും അപ്പുറം കർത്താവായ യേശു ക്രിസ്തുവിൽ ആശ്രയിച്ച് സന്തോഷിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും പ്രത്യാശ നിറഞ്ഞ ഒരു ക്രിസ്തുമസ് ആശംസിക്കുന്നു.